യേശു സംസാരിച്ചപ്പോഴെല്ലാം ശിഷ്യന്മാരുമായിട്ട് കഴിച്ചും കുടിച്ചും ചിരിച്ചും ഒക്കെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒന്നും മറ്റെന്താ ഈ നമ്മൾ ഇന്ന് പള്ളിയിൽ കാണുന്ന പോലുള്ള ഒരു അന്തരീക്ഷത്തിലല്ല യേശു സംസാരിച്ചത്. യേശുവിൻ്റെ സംഭാഷണങ്ങളെല്ലാം ഇതിൻ്റെ കാഷ്വൽ രീതിയിലായിരുന്നു. ഒരു കൂട്ടുകാരെ പോലെ അല്ലേ? ഒരു അടിച്ചുപൊളി ബന്ധത്തിനകത്താണ് ആ സംസാരം. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു മേശയ്ക്ക് ചുറ്റും അപ്പനും മക്കളും ഒക്കെ ഇരിക്കുമ്പോൾ, കൊച്ചുമക്കളൊക്കെ ഇരിക്കുമ്പം നമ്മൾ മസിൽ പിടിച്ചിരുന്നാണ് സംസാരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കളി തമാശ പറയും അല്ലേ? അങ്ങനെ ഒരു കാഷ്വലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇരുന്നാണ് ജീസസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പം നമ്മുടെ കൂട്ടായ്മ അങ്ങനെ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് ലൈഫുള്ളൂ. ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കപടത അതിനകത്ത് കയറും. ഒരു മാസ്ക് ഇട്ടുള്ളൊരു കാര്യമാണ് മൂടുപടം. അപ്പം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി എങ്ങനെയാണോ സാധാരണ രീതിയിൽ ഇരിക്കുന്നത് അതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമേ പരിവർത്തനം നടക്കത്തുള്ളൂ. അപ്പോഴേ കറക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുടുംബമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചെക്കൻ ഒരു കാസ് എടുത്തിങ്ങനെ വലിച്ചു വിടുമ്പോൾ മോനെ അങ്ങ് നീക്കല്ലേ പൊട്ടും. അപ്പം ആ മോൻ അങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് നമ്മൾ കറക്ഷൻസ് പറയുന്നത്. അങ്ങനെ പെരുമാറാതെ അവൻ മസിൽ പിടിച്ചിരുന്നാലോ അവന് കൊടുക്കാനുള്ള കറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. സോ ഇതുപോലെ നമ്മൾ പച്ചയായിട്ട് ആയിരിക്കുന്ന അതേ രീതിയിൽ ഈ കൂട്ടായ്മ ബന്ധത്തിനകത്തിരിക്കുമ്പോഴാണ് കറക്ഷൻ കൊടുക്കാൻ പറ്റുന്നത്. ജീസസിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിനകത്തിരിക്കാനായിട്ട് ജീസസ് അവരെ അങ്ങനെ ഒരു ഫ്രീഡം ലൈഫ് കൊടുത്തു. പേടി എന്നൊരു സംഗതി ഇല്ല. ജീസസിന് അവിടെ ഇരുന്ന് ആർക്കും പേടിയില്ല. യേശുവിൻ്റെ പേടിയുണ്ട്, മതഭക്തർക്ക് പേടിയുണ്ട്, പക്ഷേ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് പേടിയില്ല. ഇതിനകത്ത് തമാശ ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലുണ്ടായിരുന്നു, എല്ലാ പരിപാടിയും ഇതിനകത്തുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ ലാസറിൻ്റെ ഇൻസിഡൻ്റൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തോരം തമാശ ഉണ്ടെന്നറിയോ. അത് നമ്മൾ ആ സെൻസിൽ വായിക്കുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. നമ്മൾ യേശുവിനെ അതായത് പേടിച്ച്, അതായത് ഇപ്പം അച്ഛന്മാരെ നമുക്ക് പേടിയാണ്, ഒരു ഫ്രീഡം നമുക്കില്ല. ആ ഒരു രീതിയാണ് ശരിക്കും ദൈവത്തെ പേടിയാണ്. ഈ 3 പേരും തമ്മിൽ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. ഈ സ്നേഹബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ആളയച്ചത്. എപ്പോഴേ ആളയച്ചു. അവന് വയ്യാതെ കിടന്നപ്പോഴേ ആളയച്ചു, ദീനമായി കിടന്നപ്പോഴേ ആളയച്ചു. കാരണം യേശു ഒരുപാട് ദീനക്കാരെ സൗഖ്യപ്പെടുത്തിയ കാര്യം ഇവർക്കറിയാം. അതുകൊണ്ട് ദീനമായി കിടക്കുമ്പോൾ യേശു വന്നു കഴിഞ്ഞാൽ സുഖപ്പെടുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ദീനാവസ്ഥയിൽ തന്നെ യേശുവിനെ അറിയിച്ചു. അപ്പോൾ ഒരാൾ വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, നിനക്ക് പ്രിയമായവൻ അല്ലെങ്കിൽ നിനക്ക് സ്നേഹമുള്ള ഒരാൾ ദീനമായിട്ട് കിടക്കുവാണ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ആണോ, നീ പോരാ കേട്ടോ, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. കാര്യം ആ വ്യക്തി എനിക്ക് പ്രിയമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരേണ്ട പ്രതികരണം ഇതല്ലേ, ഞാൻ വരാം, പെട്ടെന്ന് വരാം, ഒന്ന് പ്രാർത്ഥിക്കാം, സൗഖ്യമാകും, പേടിക്കണ്ട എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഇത് മാനുഷികതയിലുള്ള ചിന്തയാണ്. പക്ഷേ യേശു പറയുന്നത് അങ്ങനെയല്ല. യേശു പറയുന്നത് ഇത് മരണത്തിൽ അവസാനിക്കേണ്ട കേസൊന്നും അല്ല. ഈ സംഭവത്തിലൂടെ ദൈവവും മഹത്വപ്പെടും, മനുഷ്യപുത്രന് മഹത്വം എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇൻസിഡൻറ്റിന് ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ അങ്ങനെ കാണുകയാണ്, വേറൊരു കണ്ണിലൂടെ കാണുകയാണ്. ഇതായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. സോ ഈ പ്രതികരണം വരുമ്പോൾ തന്നെ ഈ വന്നവന് എന്താ ഈ പറയുന്നത്, ഇവന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ, യേശുവിനെ അറിയിക്കാൻ വന്നില്ലേ, അവൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഇപ്പം വന്ന് പ്രാർത്ഥിക്കുമെന്നൊക്കെ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ ഈ പറയുന്നത് എന്നേ ചിന്തിക്കത്തുള്ളൂ. അപ്പം യേശു ഇത് പറയുമ്പോൾ ഈ കേട്ടവർക്കൊന്നും ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ യേശുവിന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് എന്താണ് നടക്കാൻ പോകുന്നത്, സംഭവിക്കൂല എന്നുള്ളത്, എന്ത് സംഭവിക്കുമെന്നും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് യേശുവിന് നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ആദ്യം പറയുന്നത് എന്താ, ഇത് മരണത്തിൽ കലാശിക്കേണ്ട കേസ് അല്ലെന്നാ പറയുന്നത്. മറ്റൊരു അങ്ങനെ ദീനം വന്ന് മരിച്ചു പോകും അല്ലെങ്കിൽ സീരിയസ് ആണെന്ന രീതിയിലാണ് അവർ വരുന്നത്. യേശുവിന് അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ യേശു ആദ്യം പറയുന്ന പ്രതികരണം ഇത് മരണത്തിലേക്ക് പോകത്തില്ലെന്ന് ആദ്യം പറയുന്നത്. ഓക്കെ, ആദ്യം അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട് ഇത് മരണത്തിൽ കലാശിക്കേണ്ട കേസൊന്നും അല്ല, ഇത് ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യപുത്രൻ്റെ മഹത്വപ്പെടേണ്ട ഒരു കേസാണ് എന്നുള്ള രീതിയിൽ ആ സംഭവത്തെ ആദ്യം എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. പക്ഷെ മരിച്ചില്ലേ? മരിച്ചു. അപ്പം യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു മരണമല്ല.
എന്നുള്ളത് ആദ്യമേ യേശുവിൽ അങ്ങ് ഉറപ്പിക്കുവാണ്. ഓക്കെ, അപ്പോൾ വന്ന് പറഞ്ഞവരുടെ എക്സ്പെക്റ്റേഷൻ ഇത് മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് യേശുവിനെ അങ്ങോട്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് അവർ വരുന്നത്. പക്ഷേ യേശു തിരിച്ചു പറയുന്നത് ഇത് മരണത്തിൽ കലാശിക്കേണ്ട ഒരു കേസല്ല. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നതിന് യേശു റിജക്റ്റ് ചെയ്യുവാണ്. ഇത് മരണത്തിൽ കലാശിക്കത്തില്ല എന്നങ്ങ് പറയുവാണ്. ശരി, മരണത്തിൽ കലാശിച്ചു, പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് മരണമല്ല. ഓക്കെ, യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. എന്തൊരു കഠിന ഹൃദയമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ. ഒരു വ്യക്തിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്നവൻ, സമയം നോക്കാതെ ആ സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ താൻ ഏറ്റവും മുകളിൽ ഇൻട്രൊഡക്ഷൻ അങ്ങനെയാണ്, താൻ ലാസറിനെ സ്നേഹിച്ചു, സഹോദരിമാരെ സ്നേഹിച്ചിരുന്നു. എന്നിട്ടും ലാസർ രോഗിയാണെന്ന് കേട്ടിട്ട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ എത്ര ദിവസം തങ്ങിയെന്ന 2 ദിവസം, 2 മണിക്കൂർ പോലും അല്ല, 2 ദിവസം. അപ്പൊ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ ഇതിനകത്തുനിന്ന് യേശുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കണം? ദുഷ്ടമനസ്ഥിതി എന്നൊക്കെ. കാരണം ഇന്നലെ വരെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് ചാപ്പാട് പഠിച്ച് അവിടെ കിടന്ന് ഉറങ്ങി അവിടെ ഇരുന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ഉപദേശിച്ച് ഇത്രയും സ്നേഹബന്ധത്തിലിരിക്കുന്നു എന്ന് ഇപ്പം തന്നെ ഇതിലെന്ന് പറയുന്നുണ്ട്. ഇത്രയും സ്നേഹത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ ദീനമായി കിടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ പോയി ചെന്ന് സൗഖ്യം കൊടുക്കുന്നതിന് പകരം 2 ദിവസം മൈൻഡ് ചെയ്യാതിരിക്കുന്നു. അപ്പം പിന്നെ നമ്മുടെ കാര്യം വരുമ്പോൾ ഇവൻ എന്തൊക്കെ കാണിക്കും? ചിന്തിക്കൂലേ? ചിന്തിക്കും. യേശുവിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കണ്ണ്, യേശുവിൻ്റെ ദീർഘവീക്ഷണം മറ്റൊരു തരത്തിലാണ്. അത് ഈ കൂടിയിരിക്കുന്ന ശിഷ്യന്മാർക്കും അപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല, വന്ന് പറഞ്ഞവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ യേശുവിനെ ഒരു കഠിന ഹൃദയനായിട്ട് വന്ന് പറഞ്ഞിട്ടും 2 ദിവസം വെയിറ്റ് ചെയ്യുക. ഒരു പനി പിടിച്ച് കിടക്കുന്ന ഒരുത്തനെ ചെന്നടാ സൗഖ്യമാകടാ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല, വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് കുറേ ചെയ്തതാണ്. ആ നാട്ടുകാർക്കൊക്കെ അറിയാം യേശുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു പനി സുഖമാക്കുന്നത്, ദീനം പിടിച്ച് കിടക്കുന്നവൻ എണീറ്റ് നടക്കടാന്ന് പറഞ്ഞ് സുഖമാകുന്നതൊന്നും ഇപ്പോൾ വലിയ കഥയൊന്നുമില്ല യേശുവിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവൻ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ ചെയ്യും, നമ്മളിപ്പോൾ വേറെ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. സോ പിതാവിന് ഈ ഇൻസിഡൻറ്റിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിനകത്തേക്ക് കയറുമ്പോൾ ഈ കേസിനകത്ത് പിതാവ് മഹത്വപ്പെടാൻ പോകുന്നത് നീ എണീറ്റ് നടക്കടാ സുഖമാകടാ എന്ന് പറയുന്ന കേസിനകത്തല്ല. അതിലും വലിയൊരു കാര്യം പിതാവിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നു എന്നുള്ളത് പുത്രൻ മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം ഡിലേ ആക്കുകയാണ്. അപ്പം നമ്മുടെ മുമ്പിൽ ഇതുപോലെ കേസുകൾ വരാം. നമ്മൾ ആ പുത്രത്വത്തിനകത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലും ഇതുപോലെ ചില കേസുകൾ വരുമ്പോൾ എൻ്റെ മാനുഷിക സ്നേഹത്തിൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതല്ല ദൈവികത. ഇതുവരെ നമ്മളെ പഠിപ്പിച്ചത് എന്താ? എടുത്തു ചാടി പ്രവർത്തിക്കുന്നതാണ് ദൈവികത എന്നാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബൈബിളിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് മാനുഷികതയാണ്. പത്രോസത്തിൻ്റെ ആളായിരുന്നു, എന്ത് കേട്ടാലും എടുത്ത് ചാടി പ്രവർത്തിക്കും. അപ്പോൾ അവിടെ എല്ലാം പത്രോസിൻ്റെ പത്തി അടിച്ച് കർത്താവ് ഇരുത്തുമായിരുന്നു. സോ എടുത്ത് ചാടി പ്രവർത്തിക്കുന്നത് ദൈവികതയല്ല. യേശുവിൻ്റെ അടുക്കൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് യേശുവിനോട് ചോദിക്കും ഇവിടെ എന്ത് ചെയ്യണം? യേശു പെട്ടെന്നൊന്നും പ്രതികരിച്ചില്ല. യേശു അവിടെ ഇരുന്ന് പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത്, ആ കമ്മ്യൂണിക്കേഷനകത്തിരുന്ന് ഇങ്ങനെ ആ സാധനം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഇരുന്ന് എഴുതുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ സ്പിരിറ്റ് അവിടെയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ ഈ കമ്മ്യൂണിക്കേഷനിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് വരെ അവൻ പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുക, കുനിഞ്ഞിരിക്കുക. ആ വ്യക്തത കിട്ടുമ്പോഴാണ് യേശു അടുത്ത് പറയുന്നത്. അപ്പോൾ അവരെക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? ഒന്നിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയും, ഇല്ലെങ്കിൽ കല്ലെറിയണ്ട എന്ന് പറയും. 2 പറഞ്ഞാലും പ്രശ്നമാണ്, ഒരു മറുപടിയും കിട്ടണമില്ല. ഇവിടെ മറുപടി കിട്ടുന്നുമില്ല. അപ്പോൾ ഈ 2 മറുപടിയും എക്സ്പെക്റ്റ് ചെയ്ത് അവർ വരുന്നത്. കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിൽ ഇവനെ കൊടുക്കും. കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തെ ലംഘിച്ചു എന്ന് പറയുന്ന പേരിൽ ഇവനെ കൊടുക്കും. 2 ഉത്തരവും അവർ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുക. ഒന്നിൽ ഇത് പറയും, അല്ലെങ്കിൽ അത് പറയും. 2 പറഞ്ഞാലും അവരുടെ ഭാഗത്ത് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് 2 യേശു പറയുന്നത്. യേശു അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പുതിയൊരു കാര്യം പറയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ടാണ് പറയുന്നത് പാവമില്ലാത്തവൻ കല്ലെറി. ആദ്യം കല്ലെറിയുന്നത് പാവമില്ലാത്തവനായിരിക്കണം. ഏത് പാവം? ഇവളെ കൂടെ ശയിക്കാത്ത ഒരുത്തുണ്ടെങ്കിൽ എറിയടാ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം.
മറ്റവരാണ് ശരിക്കും നമ്മൾ ഒരു മോശ സ്ഥിതിയില്ലേ തട്ടിക്കളഞ്ഞേരി എന്ന രീതിയിൽ നമുക്ക് മാനുഷികമായിട്ട് അങ്ങനെ ചിന്തിക്കാം. സോ ഈ ഒരു ആശയം വരാനായിട്ടാണ് ഈ ഡിലേ. സോ ഇവിടെ ലാസറിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും ഈ കേസിനകത്ത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് യേശു പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനകത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല. അപ്പോൾ മാനുഷികതയിലാണെങ്കിൽ പെട്ടെന്ന് പ്രതികരണം വരും. ദൈവികതയിലാണെങ്കിൽ ദൈവം ഒരു വ്യക്തത കൊടുക്കുന്നത് വരെ വെയിറ്റിംഗ് ആണ്, പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അതിന് യേശു 2 ദിവസം അവിടെ ദീനമായി കിടന്നു എന്ന് അറിഞ്ഞിട്ടും അതും താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ട് പോലും എന്ത് ചെയ്യുവാണ്, വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ തന്നെക്കുറിച്ച് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് യേശുവിന് ഇവിടെ വിഷയമല്ല. യേശുവിനെ കുറിച്ച് നല്ല രീതിയിൽ അവന്മാർ തെറ്റിദ്ധരിക്കുമെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. എവിടെ പോയി റിപ്പോർട്ടൊക്കെ എങ്ങനെ കൊടുക്കും? മാർത്തയുടെ മറിയടുത്തും വരുന്ന ഈ വന്നവരങ്ങനെ റിപ്പോർട്ട് കൊടുക്കും. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല. ചുമ്മാ നിങ്ങളുടെ സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുന്നത് വേറെ. ഇന്നലെ വരെ വെച്ച് വിളമ്പി കൊടുത്തതൊക്കെ ചുമ്മാ, അതൊന്നും വെറുതെ കള്ളനാണ്, നന്ദിയില്ലാത്തതാണ്, ചുമ്മാ. ഇതേ റിപ്പോർട്ട് അവിടെ പോകത്തുള്ളൂ അല്ലേ? ഇനി ഇരിക്കുന്ന ശിഷ്യന്മാർ ഇവനെ കുറിച്ച് എന്ത് ചിന്തിക്കും? അവരും ചിന്തിക്കും ചുമ്മാ ഇവൻ വെറുതെ ഈ പാഴ്വാക്ക് പറയുന്നതേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. സോ ഇതൊന്നും ആർക്ക് ബാധകമല്ല. മനുഷ്യർ തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് പറയുന്നത് യേശുവിന് വിഷയമേ അല്ല. ഇപ്പം നമ്മൾ ഇതുപോലെ പുത്രത്വത്തിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഇതുപോലെ വരും വിഷയം. നമ്മുടെ കൂടെ നിൽക്കുന്നവരെന്ത് പറയും എന്നുള്ളത് വിഷയം വരും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് വിഷയം വരും. നമുക്കതല്ല വിഷയം. എന്നെയും വേറൊരാളിനെയും ചേർത്ത് വെച്ച് പറയുമല്ലോ, അല്ലെങ്കിൽ ഈ ബന്ധത്തെ അവർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുമല്ലോ, ഇതൊന്നും അല്ല വിഷയം. ഇവൻ നടക്കുന്നത് കാശിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ ഇത് ദൈവപ്രവർത്തിക്കുന്ന വേണ്ടിയിട്ടല്ല, ഇങ്ങനെ ആൾക്കാർ പറയും. അതുമല്ല വിഷയം. സോ ജനങ്ങൾ നല്ലത് പറഞ്ഞാലും മോശമായിട്ട് പറഞ്ഞാലും അത് എന്നെ ബാധിക്കാൻ പോകുന്നില്ല. എനിക്ക് പ്രീതിപ്പെടുത്തേണ്ടത്, എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത്, ഞാൻ വിശ്വസ്തനാകേണ്ടത് പിതാവിൻ്റെ മുമ്പ് മാത്രം മതി. മനുഷ്യൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട, ബാഡ് സർട്ടിഫിക്കറ്റും എനിക്ക് പ്രശ്നമല്ല. സോ ഇത് മിനിസ്ട്രിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രത്വത്തിനകത്ത് മുമ്പോട്ട് പോകുമ്പം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് ശക്തമാകണം. മനുഷ്യൻ്റെ പ്രീതി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നല്ലതും വേണ്ട, ചീത്തയും വേണ്ട. അവൻ ദോഷം പറഞ്ഞാലും ഗുണം പറഞ്ഞാലും അത് എന്നെ ബാധിക്കാൻ പോകുന്ന വിഷയമല്ല. അവൻ എന്നെക്കുറിച്ച് എന്ത് അലിഗേഷനോ പറഞ്ഞോട്ടെ, ഭാര്യ അലിഗേഷൻ പറഞ്ഞോട്ടെ, മക്കൾ അലിഗേഷൻ പറഞ്ഞോട്ടെ, ബന്ധുക്കൾ പറഞ്ഞോട്ടെ, എനിക്ക് ബോധ്യം പിതാവിൻ്റെ മുമ്പ് എൻ്റെ ഹൃദയം അത്രയും മാത്രമാണ്. അപ്പോൾ ഇവിടെ ജീസസിൻ്റെ സിറ്റുവേഷനും അങ്ങനെ തന്നെയാണ്. വന്നവരെന്ത് റിപ്പോർട്ട് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല, ശിഷ്യന്മാർ കൂടിയിരിക്കുന്നവരെന്ത് ധരിച്ചാലും വിഷയമല്ല. ഞാനും പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്തുള്ള കാര്യം എനിക്ക് മതി എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനായിരുന്നു. പിതാവ് ആ ബന്ധത്തിൽ ശരിക്കും ഇത് നമുക്ക് യേശുവിന് ശരിക്കും അങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ ഈ ബന്ധത്തിൽ. അതുകൊണ്ടാണ് ശരിക്കും അവിടെ പോകാതിരുന്നത്. ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് മറ്റുള്ളവരെ. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞത് മരണത്തിന് അവസാനിക്കേണ്ടതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും മരിക്കുമെന്നറിയാം. പക്ഷെ ഇതിലും വലിയ പ്രവൃത്തികൾ അവിടെ ചെയ്യാൻ ദൈവം മഹത്വപ്പെടണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത് പോവാം, മുമ്പോട്ട് പോവാം. ചിലവഴിച്ച് 2 ദിവസം കൂടി അവിടെ ചിലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദായയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, 2 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെല്ലാം കൂടിയിരിക്കുമ്പോൾ യേശു പറയാം, ഡാ നമുക്ക് പോവാം ലാസറിൻ്റെ അടുത്തേക്ക്. 2 ദിവസം കഴിഞ്ഞിട്ട് എടാ പാക്കി നമുക്ക് പോകാം. അവരവിടെ ഒളിത്താമസത്തിൽ അവിടെ പിന്നീട് താഴോട്ട് വരെ മനസ്സിലാവും ഒളിച്ച് താമസിക്കുക. സോ ആ ഒളിത്താവളത്തിനകത്ത് നിന്ന് പോവാം, നമുക്ക് തിരിച്ച് പോവാം, അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ യേശു എന്ത് ചെയ്യുക, പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാൻ പറയാം. അപ്പോൾ ശിഷ്യന്മാരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കി. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, അതാണ് ഒളിച്ച് താമസിക്കുന്നത്. അടുത്ത് എന്നിട്ട് നീ അങ്ങോട്ട് പോവുകയാണോ? ഓക്കെ, അടുത്ത യേശുവിൻ്റെ മറുപടി വരട്ടെ. അപ്പോൾ ശിഷ്യന്മാരുടെ മറുപടി എന്താ? അവിടെ അവന്മാർ കല്ലെറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, നമ്മളിവിടെ ഒളിച്ച് താമസിക്കുകയാണ്, എന്നിട്ട് വീണ്ടും അവന്മാരുടെ അടുത്തിട്ട് പോകാമെന്നാണോ നിങ്ങൾ ഈ പറയണത്? സോ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ശിഷ്യന്മാർക്ക് യേശുവിനും തമ്മിലുണ്ടായിരുന്നു. ഗുരുവിൻ്റെ അടുത്താണ് ഇത് പറയുന്നത്. അപ്പോൾ ഏത് ടോണിലാണ് ഇത് പറയുന്നത്? ബന്ധത്തിൽ ഓപ്പണായിട്ട് പറയാ, അങ്ങനെ നിന്നെ കല്ലെറിയാൻ വേണ്ടി കാത്തിരിക്കുക. ഇത് നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്നുള്ള പേടിയിലല്ല പറയണത്, ഞങ്ങൾക്ക് പേടിയുണ്ട് ആശാനെ.
നിനക്ക് പേടിയില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് പേടിയുണ്ട്. കല്ലെറിയുമ്പോൾ നിന്നെ എറിഞ്ഞാലും കൊള്ളുന്നത് ചിലപ്പോൾ ഞങ്ങൾക്കും കൂടെ ഇട്ടാ. കൂട്ടുകാർ തമ്മിലുള്ള എന്നിട്ട് നീ അങ്ങോട്ട് പോണ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാഷ്വലായിട്ടാണ് പറയുന്നത്. പള്ളിയിൽ ഇങ്ങനെ കാഷ്വലായിട്ട് വായിക്കും. ശരിയാ, ഫ്രീ ആണത്, ഫ്രീ ആയിട്ടാണ്. ഈ ബന്ധത്തിലേക്ക് വരണം നമ്മളുടെ കൂട്ടായ്മ. ഈ ഓപ്പൺനെസ്സിനകത്തേക്ക്, ഈ ഒരു തുറന്ന സംഭാഷണത്തിലേക്ക് വരണം, മറയില്ലാത്ത കാര്യത്തിലേക്ക് വരണം. അപ്പോഴാണ് അത് ആ ബന്ധം ശക്തമാകുന്നത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ശിഷ്യന്മാർക്കുണ്ടാകണം. തീർന്നില്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ യേശു പറയുന്നത് എന്താ നോക്കി. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവന് ഉണർത്താൻ ഞാൻ പോകുന്നു. ഓക്കെ. അപ്പോൾ യേശു പറഞ്ഞടാ, ആ ലാസർ ഉറങ്ങുകയാണ്, നമുക്ക് ചെന്നവനെ ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട്, ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ പറയുക, ശരിയാ കർത്താവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താം, അവൻ സുഖം പ്രാപിക്കും. അപ്പോൾ യേശു തൊട്ടടുത്ത് യേശു പറയണത് എന്തുവാ? യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. കണ്ടോ? യേശു പറഞ്ഞതൊന്ന്, ശിഷ്യന്മാർ വിചാരിച്ചത് മറ്റൊന്ന്. യേശു ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ശിഷ്യന്മാർ ഏത് അർത്ഥത്തിലെടുത്തു? ശരിക്കും ഉറങ്ങുകയാണെന്നുള്ള അർത്ഥത്തിലെടുത്തു. അതുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞ എന്താ, അവന് ഈ വിശ്രമിച്ച് ഉറങ്ങുകയാണെങ്കിൽ എളുപ്പമാണ്, അവന് പെട്ടെന്ന് സൗഖ്യം വരും. അതുകൊണ്ട് നമുക്ക് പോയി യേശു പറഞ്ഞതിന് അവർ ഗീയമാണ്. പക്ഷേ യേശു എന്താ ഉദ്ദേശിച്ചത്? അവൻ മരിച്ചു പോയെന്നാണ് ഉദ്ദേശിച്ചത്. ശിഷ്യന്മാർ എന്താ ഉദ്ദേശിച്ചത്? അവൻ ഉറങ്ങുകയാണ് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മാനുഷികതയിൽ ചില കാര്യങ്ങൾ പറയുന്നതിനെ വിവേചിക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. ആത്മീക നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാനുഷിക നിലയിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ അർത്ഥം കിട്ടില്ല. ബൈബിൾ വ്യാഖ്യാനിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ആത്മീയമായിട്ട് പറയുന്ന ഒരു വ്യക്തി ഉദ്ദേശിക്കുന്ന കാര്യം അത് ശരിക്കുമുള്ള അർത്ഥത്തിൽ ആര് ഗ്രഹിക്കത്തില്ല? മാനുഷികതയിൽ നിൽക്കുന്ന വ്യക്തി ഗ്രഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റില്ല. രണ്ടും രണ്ട് തലത്തിൽ കിടക്കുക. അപ്പോൾ ഉറങ്ങുകയാണ് എന്ന് ആത്മീയൻ പറയുമ്പോൾ അത് ശരിക്കും മരണത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. അവൻ മരിച്ചു എന്ന് ആത്മീയതയിൽ നിൽക്കുന്ന വ്യക്തി പറയുമ്പോൾ ചിലപ്പോൾ അത് ഉറക്കത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. സോ ആത്മീയതയിൽ നിൽക്കുന്ന വ്യക്തി പറയുന്ന വാക്കുകൾ ഭൗമതലത്തിൽ നിൽക്കുന്ന ആ ആശയത്തിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഉറങ്ങുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മരിച്ചതിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇവിടെ മരിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ ഉറക്കത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്, ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ മാനുഷികതയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഈ ശരിക്കും പറയുന്ന ഈ വാക്കിൻ്റെ ആ ആക്ഷരിക അർത്ഥം എടുത്താൽ തെറ്റിപ്പോകും. അത് ആത്മാവിൽ ഗ്രഹിച്ചാൽ മാത്രമേ ഈ വ്യക്തി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ബൈബിളിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. നമ്മളത് വായിക്കുമ്പോൾ ഏതിലാണ് ഗ്രഹിക്കുന്നത്? മാനുഷിക അർത്ഥത്തിൽ ഗ്രഹിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വന്നത്. 40,000-45,000 ചർച്ച് വിഭാഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ കാരണം ഓരോരുത്തർ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ചിന്തിച്ചതുകൊണ്ടാണ്. സ്പിരിറ്റിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഒരൊറ്റ സഭയെ നിലനിൽക്കത്തുള്ളൂ, ഏകസഭയായിരിക്കും. പക്ഷേ ഈ കെട്ട ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് 45,000-ൽ പരം സഭകളുള്ളത്. ഇത് രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണ് 45,000. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സഭകളുടെ എണ്ണം കൂടുപോലെ മുളച്ചു വരുന്നുണ്ട്. മാനുഷിക ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം. അപ്പോൾ ചിലർ പറയുന്നത് മുങ്ങി സ്നാനം എടുക്കണമെന്ന് പറയും, ചിലർ പറയുന്നത് തളിച്ചാൽ മതി എന്ന് പറയും, ചിലർ ശിശു സ്നാനം എന്ന് പറഞ്ഞു. സ്നാനം എന്താണെന്നുള്ളത് ഇന്നേയോളം സഭയ്ക്ക് മനസ്സിലായിട്ടില്ല. ഇന്നുള്ള പാരമ്പര്യ സഭകൾക്കും ഇന്നുള്ള ന്യൂജൻ ചർച്ചകൾക്ക് എന്താണ് സ്നാനം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ചിലർ ഏതിലോട്ട് പോകുന്നു? ശിശു സ്നാനത്തിൽ പോകുന്നു, ചിലർ മുതിർന്ന സ്നാനത്തിലോട്ട് പോകുന്നു, ചിലർ മുങ്ങി സ്നാനത്തിലേക്ക് പോകുന്നു, ചിലർ തളിച്ചാൽ മതി എന്ന് പറയുന്നു. ഇതിലേതാ ശരി? അപ്പോൾ ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്, ആത്മീയതയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തെറ്റാണ്. അപ്പോൾ ആത്മീയതയിൽ സ്നാനം എന്ന് പറയുന്നത് ഒന്നുമല്ല, അവിടെ വെള്ളത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പം മാനുഷികതയിൽ ഇങ്ങനെ സ്പ്ലിറ്റിങ് ഓരോ ആശയങ്ങൾക്കും ഒത്തിരി ഏറെയാണ്. അപ്പോൾ യേശു ഇവിടെ പറയുന്ന ഉറക്കവും ശിഷ്യന്മാർക്ക് പോലും എന്തായിട്ടില്ല, മനസ്സിലായിട്ടില്ല. കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ആ മാനുഷികത തന്നെ നിൽക്കണം, ആത്മീയതയിലല്ല, ആത്മാവിൻ്റെ പ്രേരണയിലല്ല. അല്ല. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ? അടുത്തെന്താ പറഞ്ഞതെന്ന് വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. ലാസർ മരിച്ചു സന്തോഷിക്കണം. ചിരിക്ക് ഭാഷ ഫുള്ള് തുറന്ന്
യേശു ഒരുത്തൻ അവിടെ മരിച്ചു കിടക്കുക. ആരാ മരിച്ചു കിടക്കുന്നത്? സ്വന്തം കൂട്ടുകാരൻ. സ്വന്തം കൂട്ടുകാരൻ. യേശു സ്നേഹിക്കുന്ന ഒരുത്തൻ മരിച്ചു കിടക്കുമ്പോൾ യേശു ഇവിടെ പറയുക, നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. എങ്ങനെയുണ്ട്? നമുക്ക് ഒരിക്കലും പിടികിട്ടാത്ത ഒരു ദൈവത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരിക്കലും വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഒരിക്കലും ഇല്ല. അല്ല അങ്ങനെ പറയാൻ കാരണം, ലാസർ മരിച്ചതിൽ നിങ്ങളെപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും എന്തായിരിക്കും ശരിക്കും നമ്മുടെ മനുഷ്യ ചിന്തയിൽ ശരിക്കും ഒരു ദുഷ്ട, അതോടുകൂടെ അങ്ങനെ വെറുക്കും നമ്മൾ. ചേട്ടാ താഴോട്ട് പോകല്ലേ, അത് പതുക്കെ പോകാം. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. അപ്പൊ ലാസർ മരിച്ചാൽ ഇപ്പൊ യേശുവിന് സന്തോഷമാണ്. യേശു തന്നെ പറയുവാണ്, അത് ഞാനവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി, നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അവൻ ഞാൻ മനഃപൂർവ്വം പോകാത്തടാ, അവൻ ചാവാൻ വേണ്ടി പോകാത്തടാ എന്ന് പറഞ്ഞതിന് തുല്യമല്ലേ? അത് ഭക്തമായിട്ട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പുറത്തെ പറയുന്നത്, എടാ നിന്നെ ഓർത്ത് ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കാടാ മരിച്ചതിൽ. അപ്പൊ ഇവനെന്തോ തകരാറുണ്ട്, എന്തോ ഇവന് തകരാറ്. ചതിയന അല്ലെങ്കിൽ ഉള്ളിൽ ശരിക്കും ഇവന്റെ കപട ഭക്തിയാണ്, കപട സ്നേഹമായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനകത്ത് യേശുവിന് ആത്മാവിൻ്റെതായ ഒരു കണക്കൂട്ടലുകൾ, യേശുവിന് വേറെ കാഴ്ചപ്പാടുണ്ട്, വേറെ കണക്കൂട്ടലുകളുണ്ട്, വേറെ കാര്യങ്ങൾ അവൻ്റെ മനസ്സിനകത്ത് നേരത്തെ പ്രീ പ്ലാൻഡാണ്. ഈ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്നുള്ളതും സ്പിരിറ്റിൽ ഓൾറെഡി സെൻസ് ചെയ്ത് വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് കർത്താവ് അവിടെ ഇരിക്കുന്നത്. സോ ഒരു ആത്മീയ പുരുഷന് വരും വരായികളെ നേരത്തെ വിവേചിച്ച് അതിൻ്റെ അറിയാൻ പറ്റും. സോ ആ വ്യക്തതകളെല്ലാം കിട്ടിയിട്ട് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ യേശു നന്നായിട്ട് അറിയാം. അപ്പോൾ യേശു ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്കാണ് കൺഫ്യൂഷൻ. അവരാണ് യേശുവിനെ വേറെ രീതിയിൽ കാണുന്നത്. അങ്ങനെ നമ്മളായാലും കാണുമല്ലോ, നമ്മളായാലും അങ്ങനെ തന്നെ കാണത്തുള്ളൂ. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത്രയും സ്നേഹബദ്ധത്തിലിരിക്കുന്ന എൻ്റെ ഇപ്പോൾ അച്ഛൻ ശരിക്കും അച്ഛനോട് ഞാൻ അച്ഛൻ എൻ്റെ വീട്ടിലൊന്ന് വരണം എന്ന് പറയുമ്പോൾ അച്ഛന് വരാൻ സാധിച്ചിട്ടും അച്ഛൻ വരാതിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം, ഞാൻ ഇത്രയൊക്കെ അച്ഛനോട് കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ പിന്നെയും സഹിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഞാൻ വേറെ മഞ്ചാടിയുടെ അടുത്ത് മിച്ചുമൊക്കെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ജ്യോതി അമ്മയ്ക്ക് ഇരിക്കുകയാണ്, അവരുടെ അടുത്ത് പറയാണ് അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയടേ, അത് ഞാൻ ചിരിക്കുകയാണെങ്കിലോ നമ്മൾ വേറെ രീതിയിൽ പറയുള്ളൂ, നമ്മൾ വേറെ രീതിയിലൊക്കെ ചിന്തിക്കും. പക്ഷെ മാനസികത്തിൽ നമ്മൾ വേറെ അങ്ങോട്ട് നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ ശരിക്കും വേറെ രീതി അങ്ങനെ ആയിപ്പോവും. അതാണ് ഇവിടെ സംഭവിച്ചേക്കണത്. അപ്പം അതിൽ ലാസറിൻ്റെ ഉയർപ്പ് പ്രസംഗിക്കുക എളുപ്പം. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പലപ്പോഴും ഇത് വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. സോ ഇതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിട്ടാണ് ആ സംഭവത്തിൽ പോയി നിൽക്കേണ്ടത്, അല്ലാതെ ആ സംഭവത്തെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇതിനകത്ത് ഏറ്റവും കൂടി എനിക്കിപ്പോൾ ഇത് അതായത് വ്യക്തമായി അവിടെ പറഞ്ഞ് ലാസർ മരിച്ചുപോയി, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. അത് സ്വന്തം കൂട്ടുകാരൻ മരിച്ചപ്പോൾ ദൈവമാണ് പറയണത് ഞാൻ നിങ്ങളെ സന്തോഷിക്കും. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞു നിർത്തുന്നത്? ബാ നമുക്കിപ്പോൾ തന്നെ അവിടെ പോകാം, അവൻ്റെ അടുത്തേക്ക് പോകാം. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അടുത്ത തമാശ. അപ്പോൾ എന്ത് ചെയ്തു? ദിദിമോസ് എന്ന് പറയുന്ന തോമാച്ച എന്ത് പറയുന്നു? ശിഷ്യന്മാർ യേശുവിനോട് പറയല്ല, കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരുടെ പറയുകയാണ്. എന്താ പറയുന്നത്? അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ആരോടൊപ്പം? ലാസറിനോടൊപ്പം. അല്ല, പോയി എന്ത് സംഭവിക്കുന്ന കല്ലുള്ളോടെ പോയാൽ അടി വരും. ഈ സമയത്ത് അവിടെ ചെന്നാൽ ശരിക്കും തീർച്ചയായിട്ടും അവർ ശരിക്കും വെറുക്കും, ഉടക്കും. ഒന്നാമതേ കല്ലെറിയാൻ വേണ്ടി അവന്മാർ കാത്തിരിക്കുവാണ്. ഇപ്പൊ രണ്ടാമത് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ പോയില്ല, ചത്തപ്പിഴ പോകുന്നത്. അപ്പോൾ ചെന്ന് പറഞ്ഞവർ വേറെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും, മനഃപൂർവ്വം വരാതിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കല്ലെറി ഉണ്ടാവും. അപ്പോൾ തോമാച്ചൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും അതിശോക്തി ഉണ്ടോ? ആരോടാ പറയാം? യേശുവിൻ്റെ അടുത്തല്ല. യേശു കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം, എടാ വാടാ പത്രോസേ, എടാ യോഹന്നാനെ വാടാ, നമുക്ക് ചെന്ന് അങ്ങനെ അവിടെ ചത്തിട്ട് വരാം, വാ പോ. ഫ്രീയായിട്ട് പറയാൻ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തമാശയുണ്ട്, എന്നിട്ട് ഭീകരാവുണ്ട്, ഇതെല്ലാവരും ഉണ്ട് കൂളായിട്ട്. അപ്പോൾ അപ്പോഴും ശരിക്കും പറഞ്ഞാൽ യേശുവിന് അതൊരു പ്രശ്നമേ അല്ല, കൂളാണ് ശരിക്കും. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മിനിസ്ട്രി. എല്ലാ തരത്തിലുള്ള മാനുഷിക തലവും ആത്മീയ തലവും പാരവെപ്പും കുതികാലുപെട്ടും എല്ലാം ഈ യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. ആക്കി പറയുക, ഇപ്പോൾ ആക്കി പറഞ്ഞില്ലേ, വാടാ ചത്തിട്ട് വരാടാ, വാടാ പോടാ.
നമ്മൾ കൂട്ടുകാരൊക്കെ തമ്മിൽ അങ്ങോട്ട് പറയും പോലെ അത് യേശു കേക്ക് പറയുക. പേടിച്ചിട്ടല്ല ശരിക്കും, സ്നേഹത്തിൻ്റെ ആ സ്നേഹബന്ധത്തിലാണ് പറയുന്നത്. മറ്റതെന്ത് ചെയ്യും, ഇങ്ങനെ എഴുതേണ്ടത്. ശരിക്കും യേശുവിനെ അവർ വലിയൊരു പുണ്യാളനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെവിയിൽ ചെന്ന് മന്ത്രിച്ചെന്നല്ലേ പറയത്തുള്ളൂ. തോമച്ചൻ പത്രോസിൻ്റെ അടുത്ത് പറഞ്ഞു ചത്തിട്ട് വരാം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞേ എഴുതത്തുള്ളൂ. ഇതങ്ങനെയല്ല, പരസ്യമായിട്ട് തന്നെ പറയും. ആ സ്വാതന്ത്ര്യമുണ്ട്. വാടി ഇവനോട് കൂടി നമുക്ക് പോയി ചാകാം, അപ്പോൾ തീർന്നെന്നുള്ളതാണ് ശരിയാണ്. ഇവനൊന്നും അല്ലെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അവിടെ പോകുന്നത് എന്താ, ശാമം കണക്കിനാക്കി പോവുക എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റിലാണ് പോകുന്നതെന്ന് ചുരുക്കം. അല്ലാതെ അവിടെ ചെന്ന് അത്ഭുതം കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല പോകുന്നത്. തീർന്ന് ഇതാണ് മൈൻഡ് സെറ്റ്. ഇതാണ് ലാസറിൻ്റെ ഉയർപ്പിൻ്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട്. ബാക്കി നമുക്കറിയാന്നുള്ള കാര്യമാണ്. അത് ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കണം. കാരണം ശരിക്കുമ്പോൾ എന്താ, ലാസർ മരിച്ചു പോയി, ലാസർ മരിച്ചു പോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്നു. ചില മരിച്ചു പോയി ഞാൻ സന്തോഷിക്കുക എന്നാണ് പറയണതിൻ്റെ അർത്ഥം. അപ്പോൾ മക്കൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓ എന്ത് കൂട്ടുകാരൻ അല്ലെങ്കിൽ എന്ത് ബന്ധം എന്ന് ചിന്തിക്കും. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇത് സിമ്പിളാണ്. അതായത് ആ ഒരു അത്ഭുതത്തിലൂടെ, അവിടെ നടക്കാൻ പോകുന്ന പ്രവൃത്തിയിലൂടെ യേശു ചെയ്യുന്ന കാര്യത്തെ കണ്ട് ഈ കൂടെ നിൽക്കുന്നവരിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. ആ സാഹചര്യത്തെ ജീസസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് ഇവർ കണ്ണാലെ കണ്ട് ചെവിയാലെ കേട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് അവർ ലൈവായിട്ട് പഠിക്കുവാണ്. നമ്മൾ ഈ മെഡിക്കൽ സ്റ്റുഡൻസ് ലാബിനകത്ത് പോയി ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പം സീനിയർ ഡോക്ടറിൻ്റെ കൂടെ നിന്ന് ആ ഓപ്പറേഷനൊക്കെ കണ്ടു പഠിക്കുന്നത് പോലെ, ലൈവായിട്ട് കണ്ടു പഠിക്കുന്നത് പോലെ ജീസസ് ആ കാര്യത്തിനകത്ത് എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ശിഷ്യന്മാർക്ക് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സാഹചര്യത്തെ ജീസസ് മാറ്റുക ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിനെ ഓർത്ത് ജീസസ് സന്തോഷിക്കാൻ കാര്യം. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് സന്തോഷിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞപ്പോൾ ഉടനെ ചെന്ന് ശരിക്കും പുറപ്പെടുക ലോകശാന്തി കൊടുത്ത് ശരിക്കും ഞങ്ങൾ പോലെ അവിടെ ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളില്ല. ഇതൊന്നും പഠിക്കാനും പറ്റില്ല, അറിയാനും പറ്റില്ല. ഇതെല്ലാം കൂളായിട്ട് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തു പോവുകയാണ് യേശു, എടുത്ത് ചാടാതെ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവീകതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മതം നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന പ്രീ കൺസീവ്ഡ് ആശയങ്ങൾ നമ്മളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് അത് തടസ്സമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ആയുധമായിട്ട് നമ്മൾ മാറണം. ദൈവത്തിന് നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വഴങ്ങിക്കൊടുത്താൽ മാത്രമേ ദൈവത്തിന് തൻ്റെ ഹിതമനുസരിച്ച് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനവിടെ പ്രവർത്തിക്കാനുള്ള സ്കോപ്പില്ല. സോ എന്ത് ഇൻസിഡൻറ്റ് വരുമ്പോഴും, ഏത് കാര്യം വരുമ്പോഴും നമ്മളവിടെ ഒരു പൊട്ടനാകുക. ദൈവം എന്ത് പറയുന്നു അത് മാത്രം ചെയ്യാനായിട്ട് നമ്മൾ പൊട്ടനായിട്ട് നിൽക്കുക. അപ്പോൾ ജനങ്ങൾ പൊട്ടനെന്ന് തന്നെ വിളിക്കുന്നവൾ, അത് വേറെ കാര്യം, വിളിച്ചോട്ടെ. പക്ഷേ ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ കിട്ടുന്ന മഹത്വം നമുക്കായിരിക്കത്തില്ല, ദൈവത്തിന്. ആ ജനം അറിയുന്നത് ദൈവപുത്രത്തിൻ്റെ ആളാണെന്നുള്ളത് തിരിച്ചറിയുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇത് നമ്മൾ ഈ ഇൻസിഡൻറ്റിനെ ആക്ഷരികമായിട്ട് ഇങ്ങനെ കണ്ടു. പക്ഷെ ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് ഈ രണ്ട് സ്ത്രീകൾ, മാർത്തയും മറിയ എന്ന് പറയുന്നത് രണ്ട് സമുദായമാണ്, രണ്ട് ഗോത്രങ്ങളാണ്. ലാസർ എന്ന് പറയുന്നത് ഇവരിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, ഈ ചത്ത് കിടക്കുന്ന അവസ്ഥ. കാരണം ഈ രണ്ട് കൂട്ടരും ദൈവത്തിൻ്റെ ശരിയായ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്ന് ഇവർ ജാതീയമായ കൺസെപ്റ്റുകളിൽ മതപരമായ കാര്യങ്ങളിൽ മുഴുകി കിടക്കുന്നതാണ് ഇവർ. മറിയെക്കുറിച്ച് പറയുന്നത് യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കാൻ താല്പര്യമുള്ളവളെന്നാണ്. അതായത് യഹൂദന്മാരെപ്പോഴും സ്ക്രിപ്ചർ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ദൈവത്തിൻ്റെ കാൽക്കീഴിരുന്ന് പഠിക്കുന്നത് പോലെയാണ് ഈ തിരുവെഴുത്തുകൾ നിവർത്തിക്കാനായിട്ടാണ് യഹൂദന്മാർ നോക്കുന്നത്. മറ്റവരോ അവരപ്പുറത്തും ഇപ്പുറത്തു നിന്നുള്ള ജാതികളെ പോലെ അവർ ജാതീയ കൺസെപ്റ്റിൽ അവർ പോവുകയാണ്. കാരണം മാർത്തയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട്, അതിന് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്, ആ കാര്യങ്ങളിൽ വ്യാപൃത. അപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതാണ് മാർത്തയെ കുറിച്ച് പറയുന്നത്.
സോ ഇവരിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ അല്ലെങ്കിൽ ദൈവപുത്രന്മാരിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. അത് ചത്തു കിടക്കുക. അതാണ് ലാസ്റ്റ്. പണ്ട് പിന്നെ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ, മോശയുടെ കാലഘട്ടത്തിലൊക്കെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വാസമായിട്ട് മാത്രം ഇരിക്കുക. ലൈവല്ല, ചത്ത് കിടക്കുക. ആ ഒരു ദൈവപ്രവൃത്തി ഇവരുടെ ഇടയിൽ ചത്ത് കിടക്കുക, നാറ്റം വെച്ച് കിടക്കുക. സോ വീണ്ടും ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അതിനു വേണ്ടിയിട്ട് ജീസസ് പ്രവർത്തിക്കുവാണ്. ആ നാറ്റം വെച്ച അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റോറി നമ്മൾ വിലയിരുത്തി കൊണ്ടുപോകണം. അവരുടെ ലാസർ എന്ന് പറയുന്നത്, മാർത്തയും മറിയം എന്നൊക്കെ പറയുന്നത് വെറും വ്യക്തികളായി കഴിഞ്ഞാൽ അതൊരു ഇൻസിഡൻ്റ് ആയിട്ട് മാത്രം ഒതുങ്ങിപ്പോകും. ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കണം. ഇത് മാനുഷിക തലത്തിൽ നമ്മളൊക്കെ എടുക്കണം ശരിക്കും പറഞ്ഞാൽ. 3 വ്യക്തികളായിട്ട് മാനുഷിക തലത്തിൽ എടുക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ അഹരോൻ്റെ സമയത്ത്, മോശയുടെ സമയത്ത്, അഹരോനിലൂടെ, മോശയിലൂടെ, ജോഷുവയിലൂടെയൊക്കെ ദൈവം കാണിച്ച, മരുഭൂമിയിൽ കാണിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. പക്ഷേ ഇപ്പോഴും അതേ ദൈവം ഇവരുടെ മധ്യത്തിലുണ്ടായിട്ടും ഇവരുടെ ഹൃദയങ്ങൾ കിടക്കുന്ന എവിടെയാണ്? മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും അന്യദൈവങ്ങളിലും മറ്റുള്ള സിദ്ധാന്തങ്ങളിലുമാണ് ഇവരുടെ ആശയങ്ങൾ കിടക്കുന്നത്. ദൈവപ്രവൃത്തി അവരുടെ ഇടയിലില്ല, നിശ്ചലമാണ്. അപ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തി വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു. കൂടെ ഈ 12 ശിഷ്യന്മാരെന്ന് പറയുന്നത് ഈ 12 ഗോത്രത്തിൻ്റെയും പ്രതിനിധികളാണ്. ഒരു വിഭാഗം മാർത്ത, ഒരു വിഭാഗം മറിയം. 2 വിഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇസ്രായേൽ ഗോത്രം 2ആയിട്ട് സ്പ്ലിറ്റായി കിടക്കുക. സോ അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വീണ്ടും ഒരുമിച്ച് ദൈവപ്രവൃത്തിയെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ജീസസ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ ഇന്ന് നമ്മൾക്കും ഇത് റിലവൻ്റാണ്. ഇന്ന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇഷ്ടംപോലെ സഭകളുണ്ട്. എന്തെങ്കിലും ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ചെയ്യുവാണ്, ദൈവം ചെയ്യുന്നില്ല. ദൈവത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക, കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരിക്കുമുള്ള ദൈവപ്രവൃത്തി നടക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യണം? ഇവർക്കെല്ലാം സാക്ഷ്യമാകാൻ പറ്റുന്ന രീതിയിൽ നമ്മിലൂടെ ദൈവപ്രവൃത്തി ലൈവായിട്ട് എന്നും സംഭവിക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ ആ സൺഷിപ്പിനകത്ത് നമ്മൾ ആ ജീവിതം കാണിച്ചു കൊടുക്കണം. പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കുർബാന കൊണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുമ്പസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതാ ഞാൻ ഈ പള്ളി പറയുന്ന സിദ്ധാന്തങ്ങളൊന്നും അനുഷ്ഠിക്കാതെ പള്ളിയിൽ പോലും പോകാതെ നിൽക്കുവാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ലൈവായി എൻ്റെ കൂടെ ഉണ്ട് എന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ എക്സ്പോസ് ചെയ്യുന്നു. ജീവിതം വഴി കാണിച്ചു കൊടുക്കും. ആദ്യം ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് എന്നിലൂടെ നടക്കുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ കൊണ്ടുവരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ജീവിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഞാൻ മാത്രമല്ല, എന്നിലൂടെ 2 വ്യക്തികളൂടെ ജീവിക്കപ്പെട്ടു. അവർ ദൈവത്തിനോട് ഇപ്പോൾ ഭയങ്കര ബന്ധത്തില്ല. അവരുടെ ജീവിതം നോക്ക്. എൻ്റെ ജീവിതം മാത്രമല്ല, 2 പേരുടെ ജീവിതം കൂടെ ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാറി. സോ അതൊരു അത്ഭുതമാണ്. സോ ഇങ്ങനെ എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ നാളെ നിങ്ങൾക്ക് പറ്റണം, നാളെ ദൈവത്തിന് പറ്റണം. ഇത് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകണം. അപ്പോൾ അവർ മനസ്സിലാക്കും, പള്ളിയല്ല, ഡോക്ടറിൻസ് അല്ല, സ്നാനമല്ല, രക്ഷയല്ല, ഏറ്റുപറച്ചിലല്ല, ഇതൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവം ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിനാണ് ദൈവത്തിന് താല്പര്യം. അതാണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്നത് എന്ന് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അതിനുള്ള വേദികൾ നമ്മൾ തുറന്നു കൊടുക്കണം. അതാണ് അപ്പോഴും വിശ്വാസമുണ്ട് അവർക്ക്, അല്ലേ? പക്ഷെ പ്രവൃത്തിയിലില്ല. പണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ശരിക്കും നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവമാണ്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലാസറിനെ ഒരു പരിചയം ചെന്ന് ഉയർപ്പിക്കുകയോ ഒരു മുടന്തനെ ചെന്ന് പൊക്കുകയല്ല വേണ്ടത്. എൻ്റെ ചത്ത അവസ്ഥയെ ഞാൻ മാറ്റി കാണിച്ചു കൊടുക്കണം. മതത്തിൽ 50 വർഷം ജീവിച്ചപ്പോൾ ഞാൻ ചത്ത ജീവിക്കുകയായിരുന്നു. എന്നിൽ ഒരു ദൈവപ്രവൃത്തിയില്ല, എന്നിൽ ഒരു ദൈവത്തിൻ്റെ ഗ്രേസും വെളിപ്പെടുന്നില്ല. ഞാൻ ചത്ത അവസ്ഥയിലായിരുന്നു. അതാ ഇപ്പം ഞാൻ ആ ദൈവത്തോടൊപ്പം ജീവനോടുകൂടെ ഇരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ആ ദൈവസ്നേഹത്തിൽ ഞാൻ ആയിരിക്കുന്നു. ഞാൻ തന്നെയാണ് ആ ജീവിക്കുന്ന സാക്ഷി. ആ ലാസർ ഞാനായിട്ട് മാറണം. എൻ്റെ ചത്ത അവസ്ഥകളൊക്കെ മാറി. അപ്പം എന്നെ അവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കുക. എനിക്ക് മുടന്നുണ്ടായിരുന്നു, ദൈവിക കാര്യങ്ങളിലുള്ള മുടന്ത്, ദൈവിക കാര്യങ്ങളിലുള്ള അന്ധത, ഇതെല്ലാം ആ ദൈവത്തിൽ നിന്ന് എനിക്ക് മാറി. ഞാനിപ്പോൾ കണ്ണ് പ്രകാശിക്കുന്നവനായി, എൻ്റെ മുടന്ന് മാറി, എൻ്റെ കൂന് മാറി, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ പെർഫെക്റ്റായി. ഇത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റണം. പള്ളിയിൽ പോയിട്ടല്ല. ഞാൻ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് പരസ്യമായിട്ടൊരു വീഡിയോ ചെയ്തു. നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല.
ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ശദ്രക് മേശക് അബേദ്രഹവും അന്ന് വെല്ലുവിളിച്ചു രാജാവിൻ്റെ മുമ്പ് നിന്ന്. ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ചാടാൻ പോകാം, നിന്നെ നമസ്കരിക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു വീഡിയോ ചെയ്തു. ഞാൻ ശബരിമല പോകുന്നത് ജീവനുള്ള ദൈവത്തിന് ഹിതമല്ല എങ്കിൽ ഞാൻ ശബരിമല പോയിട്ട് തിരിച്ചു വരുമ്പോൾ നടുക്ക് വെച്ച് ഞാൻ ചത്തുപോകണം. ഞാൻ തിരിച്ചു വരരുത്. ദൈവകോപം എൻ്റെ മേൽ വീണിട്ട് ഞാൻ ശബരിമലയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വരാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചത്തുപോകണം. ഹാർട്ട് അറ്റാക്ക് വന്ന എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ചത്തുപോകണം. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് ഞാൻ പറയുന്നത് നീയൊക്കെ കേൾക്കണം എന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടാണ് പോയത്. ആ വീഡിയോ ഇപ്പോഴും എൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. കാരണം ഞാൻ പോയത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയത്. എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് കുമ്പിട്ട് വണങ്ങാനല്ല ഞാൻ പോയത്, ഞാൻ ഒരു സന്ദേശം അറിയിക്കാനാണ് പോയത്. സോ ഈ ഉറപ്പിൽ സംസാരിക്കുമ്പം അത് ജനങ്ങൾ കേൾക്കണം. ചിലപ്പോൾ എല്ലാവരും കേൾക്കത്തില്ലായിരിക്കും, കുറച്ച് പേര് കേൾക്കത്തുള്ളായിരിക്കും. യേശുവിനെ കേട്ടത് ഈ 12 പേരോ അല്ലെങ്കിൽ ചെറിയൊരു സമൂഹം മാത്രമേ കേട്ടുള്ളൂ. ബാക്കിയുള്ളവർ കേട്ടിട്ടൊന്നും കേൾക്കാത്തതുപോലെ ഒന്നും പോയി പരിവർത്തനം ഉണ്ടായില്ല. സോ പരിവർത്തനം ഉണ്ടാകുന്ന ചുരുക്കം ശരീരത്തിൽ ഉണ്ടാണെങ്കിലും അത് മതി, അത്രയേ ഉള്ളൂ, അത് മതി. സോ നിങ്ങൾ കാരണം ഒരു വ്യക്തി പോട്ടെ, 5 വ്യക്തി പോട്ടെ, 10 വ്യക്തി, അത് മതി. ഈ 10 പേര് 100 കൊണ്ടുവന്നു, ആ 100 1000 കൊണ്ടുവന്നു. സോ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് നമുക്ക് ചലനം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മതി. ബാക്കി ദൈവം നല്ലോട് ചെയ്തു. ഞാനതിന് നിന്ന് കൊടുക്കണം. ആദ്യം എന്നിൽ പരിവർത്തനം ഉണ്ടാകുക, ഞാൻ മുഖാന്തരം ഒരുത്തനെങ്കിലും പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരും.